സ്വന്തം സൈനികരെ വാടക കൊടുത്ത് കാശുണ്ടാക്കുന്ന ഗതികേടിലായോ പാകിസ്ഥാൻ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച. കോണ്ടെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 16 യുദ്ധവിമാനങ്ങളും ഏകദേശം 8,000-ഓളം സൈനികരെയും സൗദിയിലേക്ക് പറഞ്ഞയച്ച് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതായത് സൗദി അറേബ്യയുടെ കിങ് ഫഹദ് എയർബേസിലാണ് ഇപ്പോൾ ഈ സൈന്യം ഉള്ളത്. അതായത് സൗദി അറേബ്യയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്ക വാർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ ആക്ച്വലി ഈ കിങ് ഫഹദ് എയർബേസിനെ ആക്രമിക്കുകയും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ പല ഊർജ്ജ സ്രോതസ്സുകളെയും കൂടെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് സൗദി അറേബ്യ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം കനത്ത റിട്ടാലിയേഷൻ അമേരിക്ക ഇറാനെതിരെ നടത്തും എന്നുള്ളതാണ്. അതായത് ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ ഇരട്ടി തിരിച്ച് അമേരിക്ക ഇറാന് കൊടുക്കും എന്നുള്ളതായിരുന്നു അന്ന് സൗദി അറേബ്യ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അതിൻ്റെ പാതി പോയിട്ട് ഒരു തരത്തിലുള്ള റിട്ടാലിയേഷനും ഇറാന് നേരെ അമേരിക്ക നടത്തിയില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അവരുടെ എയർബേസ് മൊത്തം നശിച്ചു, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മൊത്തം നശിച്ചു. എന്നാൽ ഇറാനെതിരെ ഒരു വലിയ അറ്റാക്കിലേക്ക് പോയോ? ഇല്ല. സൗദിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറിയില്ല എന്നുള്ളതാണ്. അതായത് ഡോളറിൽ എണ്ണ വ്യാപാരം സൗദി നടത്തുകയും അതേസമയം സൗദിയുടെ പ്രൊട്ടക്ഷൻ അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്യാന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് അന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അണ്ണന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ട്രംപ് അണ്ണനും ടീമിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സൗദി ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ സീസ് ഫയർ നിലനിൽക്കുന്ന സമയത്താണ് ഈ സൈനിക സഖ്യം അതായത് സെക്യൂരിറ്റി സഖ്യം സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നത്. ഓൾറെഡി ഇവർ തമ്മിലൊരു ഡീൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടെ നടക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയെ സംരക്ഷിക്കാൻ മാത്രമുള്ള ത്രാണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൻ കോമഡി സാധനമാണെന്നുള്ളതാണ്. പക്ഷേ ഇവർ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള പലതരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. F-16 പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റിയും പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നോ കമ്പാരിസൺ വിത്ത് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയായിട്ട് ഒരു തരത്തിലുള്ള കമ്പാരിസണും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യ ഫോർറണ്ണറാണ്, സാമ്പത്തിക ശക്തിയാണ്, ന്യൂക്ലിയർ ഡിറ്ററൻസ് ഉണ്ട്, അത് വേറൊരു റേഞ്ചാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാനെയാണ് എന്താ പറയുക സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ടൈ ഉള്ളൊരു സംഗതിയാണ്. അതൊരു ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സിന്റെ കാര്യം കൊണ്ട് മാത്രം തിരിഞ്ഞിട്ടുള്ളൊരു സഖ്യമല്ല. അത് അതിന് മുന്നേ തന്നെ പാകിസ്ഥാനുമായിട്ട് നല്ല റിലേഷൻഷിപ്പും ബന്ധം യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സൗദി അത് മാത്രമല്ല ആഗ്രഹിക്കുന്ന ഒരു ഘടകം എന്നുള്ളത്. അതായത് സൗദി ഇപ്പോൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പബ്ലിക് പോളിസി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരേ സമയം ചൈനയോടും വർക്ക് ചെയ്യുന്നുണ്ട്, റഷ്യയോടുള്ള ഓയിൽ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട്, ഇറാനുമായും റിലേഷൻഷിപ്പ് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് ഇറാനുമായിട്ട് പലതരത്തിലുള്ള ഉടമ്പടികളിലേക്ക് ഈ വേൾഡ് വാർ 2 കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ യൂണിയനൊക്കെ പോയിട്ടുള്ള ഒരു ഉടമ്പടി പോലത്തെ ഉടമ്പടിയിലോട്ട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും ഇറാനും കൂടെ കടക്കുന്നു എന്നുള്ളതും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇറാന് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നെയ്ബറിങ് സ്റ്റേറ്റ് ആണ്. ഇറാന് പാകിസ്ഥാനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതേ പാകിസ്ഥാൻ്റെ ആർമിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ളത്. അപ്പോൾ സൗദി അറേബ്യനെ ഇപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫ്രണ്ടിനെ തന്നെ നേരെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. സ്വന്തം സൗഹൃദ വലയത്തിനെ തന്നെ എഗെയിൻ പോയി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ഡിപ്ലോമസിയും കൂടിയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അവിടെ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് അവിടുത്തെ പിൽഗ്രിം സെന്ററുകളെ, മക്ക മദീന പോലെയുള്ള സെന്ററുകളെ സംരക്ഷിക്കേണ്ട ആവശ്യത കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പാകിസ്ഥാന്റെ വശത്തു നിന്നുള്ളൊരു ആശയമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ചൈന ഫാക്ടർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ടെൻഷൻസ് ഉണ്ട്. അതായത് ചൈന ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ആ ഒരു കോറിഡോറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ഒരിക്കലും ചൈന ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. കാരണം ചൈനയുടെ ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഈ പറയുന്ന സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അതുവഴി മിഡിൽ ഈസ്റ്റിലോട്ടും അതേപോലെ തന്നെ ആഫ്രിക്കയിലോട്ടൊക്കെയുള്ള ആക്സസ് ആണ് യഥാർത്ഥത്തിൽ ചൈന ഉദ്ദേശിക്കുന്നത്, കരമാർഗമുള്ള. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു അസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ചൈന ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചൈനയുടെ ഇടപെടലിലാണ് യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള മഞ്ഞുരുക്കം സ്റ്റാർട്ട് ആവുന്നതെന്നുള്ളതാണ്. അപ്പം ഈ ഒക്കെയുള്ള പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ
പാകിസ്ഥാന്റെ 8000 സൈനികരും അതേപോലെ തന്നെ ഏകദേശം 16ഓളം യുദ്ധവിമാനങ്ങളും ഈ പറയുന്ന സൗദി അറേബ്യയുടെ ബേസിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ എയർഫോഴ്സ് കമ്പയർ ടു സൗദി അറേബ്യ കുറച്ചും കൂടെ വലുതാണ്. ഇപ്പം ആക്റ്റീവായിട്ടുള്ള എന്താ പറയുക പട്ടാളക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ വളരെ കുറവാണ്. പക്ഷെ പാകിസ്ഥാനിൽ ആക്റ്റീവായിട്ടുള്ള പട്ടാളക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇവര് കുറച്ചും കൂടെ മോഡേൺ ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള JF-17, ഇതൊരു പാകിസ്ഥാനും അതേപോലെ തന്നെ ചൈനയും കൂടെ കൂടി ചേർന്നിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ്. ഇതിന്റെ കഥയൊക്കെ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. പിന്നെയുള്ളത് F-16 ആണ്. പിന്നെ J-10C എന്നുള്ളതാണ്. അതായത് അതും ഏകദേശം ചൈനയുമായിട്ട് കൊളാബറേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു എയർക്രാഫ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഡ്രോണുകളും മിസൈൽസും പൈലറ്റ് ട്രെയിനിങ്ങും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് കമ്പയർ ടു ഇറാൻ, നോട്ട് ഇന്ത്യ. നോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം അമേരിക്ക ബാക്കിൽ നിന്ന് കുത്തി പണിയും കൊടുത്ത് അമേരിക്ക പോയി. ഇപ്പൊ കുറെ കപ്പലുകളെ ഈ പറയുന്ന ഹോർമൂസിന്റെ ചുറ്റുപുറം നിരത്തിയിട്ടു എന്നല്ലാതെ വേറെ ഒരു തേങ്ങ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സൗദിക്ക് മനസ്സിലായി. അപ്പൊ ഏറ്റവും നല്ലത് പ്രശ്നം ഉണ്ടാക്കാതെ ഇവരായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോകുന്നുണ്ടെങ്കിൽ വലിയ അടിയൊന്നും കിട്ടാതെ ആ റീജിയനിൽ പോവാം എന്ന് സൗദിക്ക് മനസ്സിലാവുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹോളിസ്റ്റിക് ഐഡിയ എന്ന് പറയുന്നത്.